നമസ്തേ. എല്ലാ പ്രേക്ഷകർക്കും പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ശ്യാം ബാബു കോറത്ത്. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവർഡ് ബൈ അൽ സഫി ട്രേഡിംഗ് കമ്പനി LLC, celebrated by elite group of companies, highlighted by Stage UAE, energized by Adam and Eve Ayurveda Abu Dhabi. തത്സമയ സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി വോട്ടവകാശം, അതാണ് വിഷയം. ഈ പ്രവാസി വോട്ടവകാശം നിലവിൽ വന്നാൽ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്ത് മാറ്റമുണ്ടാകും? ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തേത്, കേരളത്തിലും കേന്ദ്രത്തിലും നിർണായക ശക്തിയാകാൻ പ്രവാസികൾക്ക് സാധിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറിയ ഭയമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ കൂടി പരിചയപ്പെടാം. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MS ഗിരിജൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ താഹ കൊല്ലത്ത്, YSCC പ്രതിനിധി ശ്രീ സുരേഷ് ശങ്കർ എന്നിവരാണ് ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നത്. എല്ലാ അതിഥികൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ പരിശോധിക്കുന്നത്. ഒന്ന്, പ്രവാസി വോട്ടവകാശം പതിറ്റാണ്ടുകളായി പ്രവാസികളുടെ ഒരു വലിയ ആവശ്യമാണ്. നാളത്തെ ഭാരതം ആര് ഭരിക്കണം എന്ന്, അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളിൽ അവർക്ക് കൂടി തീരുമാനം എടുക്കണം, അവർക്ക് കൂടി ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണം എന്നൊരാവശ്യം. അതിങ്ങനെ ഇപ്പോഴും ഒരാവശ്യമായി തന്നെ നിൽക്കുകയാണ്, ഒരു യഥാർത്ഥ തീരുമാനമായി വന്നിട്ടില്ല. എന്തുകൊണ്ട്, എവിടെയാണ് പ്രതിസന്ധി എന്നതാണ് ആദ്യത്തെ പ്രശ്നം. പ്രവാസി വോട്ടവകാശം നിലവിൽ വന്നാൽ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക എന്ന് ആദ്യ പകുതി ചർച്ചയിൽ നമ്മൾ പരിശോധിക്കുന്നത് തന്നെയാണ്. ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ, താങ്കളുടെ നിരീക്ഷണം. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ജനം TV ഒരിക്കൽ കൂടി പ്രവാസികളുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പ്രവാസികൾ അത്രമേൽ ആഗ്രഹിച്ച ഒരു സ്വപ്നം പോലെ, അതായത് പിറന്ന നാടിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന പ്രവാസികൾക്ക് അവർക്കൊരു സ്ഥാനം, അവരുടെ വിഷയം ഏറ്റെടുത്ത് ജനം TV വീണ്ടും സജീവമായ ചർച്ചയിൽ വന്നിരിക്കുന്നു. തികഞ്ഞ അല്ലെങ്കിൽ ഹൃദയം തൊട്ട് അഭിനന്ദനം. ആദ്യം തന്നെ നമുക്കറിയാം, നാട്ടിലേക്ക് പണമയക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് വാരിക്കോരി നൽകുന്ന, അവർ നൽകുന്ന പ്രശംസ, ഇതിനൊക്കെ പകരമായിട്ട് പ്രവാസികൾക്കൊരു വോട്ടവകാശം എന്നുള്ളത് ഇപ്പം ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഏകദേശം അതിന്റെ ഒരു പ്രക്രിയയിലേക്ക് വരുമ്പോൾ തന്നെ വീണ്ടും അവിടെ വരുന്നു അതിന്റെ അപര്യാപ്തതകൾ, അല്ലെങ്കിൽ അതെങ്ങനെ നടത്തപ്പെടാൻ കഴിയും, അതല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ പ്രോക്സി വോട്ട് വേണോ, അതല്ലെങ്കിൽ മറ്റെന്തെല്ലാം പഴുതുകൾ അടച്ചിട്ടുള്ള സംവിധാനം എങ്ങനെ വേണം എന്നുള്ള വീണ്ടും ചർച്ച വരുന്നു. നമുക്ക് പറയാനുള്ളത്, പ്രവാസികൾക്ക് ഒന്നേ പറയാനുള്ളൂ, മൗലികാവകാശം വോട്ട് ചെയ്യുന്നതിനേക്കാൾ, അതായത് ഒരു വോട്ടവകാശം ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഓരോ പ്രവാസിയും കാണുന്നത്. അത് ഇനി എന്ന് ഈ ആധുനിക ലോകത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള, അതായത് ഇപ്പൊ നമുക്കറിയാം ബാങ്ക്, ഇന്റർനെറ്റ് ബാങ്കിങ് മുതൽ, അതിലേക്കൊന്നും പോകുന്നില്ല, എല്ലാ സംവിധാനങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇപ്പോഴും പ്രവാസികൾ പുറത്തു നിൽക്കുന്നു. ഇതിനൊരു വഴി വേണം. ഗവൺമെന്റുകൾ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഇനി എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിർണായകമായ സ്വാധീന ശക്തിയായി മാറാൻ പ്രവാസികൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അർത്ഥശങ്കയ്ക്കില്ലാതെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഒരു ഗവൺമെന്റിനെ നയിക്കുമ്പോൾ അതിൽ കേരളത്തിന്റെ എല്ലാമായ, അല്ലെങ്കിൽ പ്രവാസികളാണ് എല്ലാം എന്ന് എപ്പോഴും പറയുന്ന അവർക്ക് എന്തുകൊണ്ടൊരു സ്ഥാനമില്ല? പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ഈ പ്രവാസികൾക്ക് കഴിയും എന്ന് ആർക്കാണ് സംശയമുള്ളത്? നമുക്കറിയാം, കേരളത്തിലെ ഓരോ സംഭവ വികാസങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നവരാണ് പ്രവാസികൾ. അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു, അവർ ചർച്ച നടത്തുന്നു. അവരാണ് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ ഓരോ വാർത്തകളിലും ഓരോ ജനാധിപത്യ പ്രക്രിയയിലും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളിലും നോക്കിക്കാണുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുള്ള ഇന്ത്യക്ക്, നമുക്കറിയാം ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. അതിൽ കേരളത്തിന്റെ വികസനത്തിന് 80% ആളുകൾ, എനിക്ക് തോന്നുന്നു 80% ആളുകൾ ഗൾഫിലാണുള്ളത്. ആ ഒരു ഗൾഫിലുള്ള ആളുകളുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിന് നിർണായകമായ ഒരു അവസരം കൊടുക്കുമ്പോൾ അത് ഗൾഫിലുള്ള ഇവർക്ക് ഒരു വലിയ
അംഗീകാരകമാകും, അല്ലെങ്കിൽ അതൊരു വലിയ ആശ്വാസമാകും, അല്ലെങ്കിൽ നമുക്കൊരു വോട്ടവകാശം, ഒരു വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് വോട്ടവകാശം ഉണ്ടാകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ഒരു അധികാരം അല്ലെങ്കിൽ നമുക്ക് ഒരു അംഗീകാരമായി നമ്മൾ ഓരോരുത്തരും കാണുന്നു. അപ്പോൾ എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു വലിയ ശക്തിയായി മാറും. അതിന് വഴിയൊരുക്കുകയാണ് ഏത് ഗവൺമെന്റുകളും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാം. യെസ്, ഇനി ഇതിൻ്റെ ഒരു വശമുണ്ട്. ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ വോട്ടവകാശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നത് തൊട്ട് പ്രവാസികളെ വിശ്വാസത്തിലെടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നോക്കി അതെങ്ങനെയൊക്കെ പരിഹരിക്കുക എന്നതിനെ പറ്റി ആഴത്തിലുള്ള ചിന്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകും. അങ്ങനെ ഇതിൻ്റെ ഒരു സമഗ്രമായൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. കേവലം ഒരു വോട്ടവകാശം മാത്രമല്ല, അതൊരു പരിവർത്തനം കൂടിയാണ് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സീരിയസ് ആയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നുണ്ട് എന്ന് അതൊരു ഡിബേറ്റബിൾ വിഷയമാണ്. ശ്രീ താഹ കൊല്ലത്ത്. ഓക്കെ, വളരെ നന്ദി ശ്യാം, വളരെ നന്ദി. ജനം ടി വി ഇത്തരത്തില് പ്രവാസികളുടെ ഒരു അടിസ്ഥാന രാഷ്ട്രീയ വിഷയം, പ്രവാസി വോട്ടവകാശം എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിലൂടെ തെരഞ്ഞെടുക്കുകയാണ്. ജനം ടി വിയുടെ പിന്നിലുള്ള അതിന്റെ ആളുകളെയൊക്കെ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം പ്രവാസി വോട്ടവകാശം എന്ന് പറയുന്നത് നമ്മള് ഇന്ത്യയില് ഇപ്പോഴ് നമ്മളൊരു ജോലിയുടെ അടിസ്ഥാനത്തിലാണ്. താൽക്കാലികമായിട്ട് നമുക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലം മാറുന്നു അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നു എന്നല്ലാതെ പ്രവാസികള് മൊത്തത്തിൽ നമ്മൾ ഒരുപോലെയല്ല കാണേണ്ടത്. പ്രവാസികൾ ഇപ്പം ഗൾഫ് മേഖലയിലുള്ള പ്രവാസികളും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പ്രവാസികളും തമ്മിൽ വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ അവര് താൽക്കാലികമായിട്ട് ഇത്തരത്തിൽ അവര് തൊഴിൽപരമായിട്ടുള്ള ഒരു പ്രവാസമാണ് നടത്തിയിരിക്കുന്നത്. അവര് എന്നും നാടുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ ജീവിക്കുന്ന പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരാണ്. മറ്റുള്ളവരൊക്കെ തന്നെ മറ്റുള്ള രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവര് അവിടെ ഒരു 4-5 വർഷം ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാരായിട്ട് മാറുന്നു. അവിടുത്തെ പൗരന്റെ എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭിക്കുന്നു. പക്ഷേ ഗൾഫ് മേഖലയിലുള്ള പ്രവാസികള് ഇപ്പം ബഹുഭൂരിപക്ഷവും വരുന്നത് മലയാളികളാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഈ പ്രവാസി വോട്ടവകാശത്തിന്റെ അംഗീകാരം തന്നെ നമ്മൾ മനസ്സിലാക്കണം. 2005 മുതൽ ഇന്ത്യൻ പാർലമെന്റില് ഇതിന്റെ ചർച്ചകൾ നടക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തില് ഇപ്പൊ പ്രായോഗികമായ ചില തടസ്സവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അത് നമുക്ക് ഒരു ഏട്ടിലെ പശു പോലെ ആ നിയമം ഇപ്പോഴും നിൽക്കുന്നത്. കാരണം വോട്ട് നമ്മളെ സ്ഥലത്തില്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനോ കേന്ദ്ര ഗവൺമെന്റോ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അതിനകത്തുള്ള ഒരു പ്രധാന കാര്യം. ഇതിന് പ്രവാസികളുടെയും പ്രശ്നമുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഈ വോട്ടവകാശം തന്നെ പ്രവാസി ജനസമൂഹത്തിൽ നിന്ന് ഉണ്ടായ വലിയൊരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 2014 ഒരു കേസില് വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അവകാശം പ്രവാസികൾക്ക് സ്ഥാപിക്കപ്പെട്ടത്. അപ്പം സാങ്കേതികമായിട്ട് അവരുടെ പേര് അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാമെങ്കിലും അവർക്ക് ഫലത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഗൾഫ് മേഖലയിലുള്ള മലയാളികളുടെ കാര്യം നമുക്കറിയാം. അവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത്, ഇലക്ഷൻ ഉള്ള ദിവസം അവരുടെ പോളിംഗ് ബൂത്ത് ഉള്ള സ്ഥലത്ത് പോകണം, വോട്ട് ചെയ്യണം. അതിന് ഇവിടെ അവധി അവർക്ക് ക്രമപ്പെടുത്തണം. അതുപോലെ തന്നെ പല സ്പോൺസർഷിപ്പിൽ ജോലി ചെയ്യുന്ന പ്രവാസികളാണ്, അവർക്ക് അവധി കിട്ടാൻ സാധ്യതയില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക വിമാന ടിക്കറ്റിന്റെ ചാർജ് നൽകണം. അവർക്ക് അവിടെ പോകുന്നതിനുള്ള ചെലവൊക്കെ തന്നെ നൽകേണ്ടത്. അത്തരത്തിലൊരു അസാധ്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് ഒരു നിയമം എന്നല്ലാതെ അത് പ്രവാസികൾക്ക് ഒരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ. ഇത് കാരണം ഇത്തരത്തിൽ ഇപ്പൊ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇപ്പൊ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തന്നെ മാറിയും തിരിഞ്ഞും ഭരിക്കുമ്പോൾ 1-2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വേറെ അടുത്ത ഗവൺമെന്റുകൾ വരുന്നത്. അതിൽ പ്രവാസികൾ ഇപ്പൊ കേരളത്തിൽ ഇവിടെ ഗൾഫ് മേഖലയിലുള്ള പ്രവാസികളുടെ വോട്ടവകാശം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമായിട്ട് ഉണ്ടാക്കുന്നു. ഒരു നിർണായക ശക്തിയായിട്ട്
പ്രവാസികൾ മാറുന്നു. എന്തുകൊണ്ടാണ് പ്രവാസ ശ്രീ താഹ, താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. നമ്മൾ ഈ വിഷയത്തിൽ അതും കൂടി പരിഗണനയിലുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്ത് മാറ്റമുണ്ടാകും? താങ്കൾ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കൂടിയാണ്, നിരീക്ഷകൻ കൂടിയാണ്. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? പ്രവാസി വോട്ട് ഏത് രീതിയിലാണ് കേരളത്തിന്റെ സാഹചര്യം മാറ്റിമറിക്കുക? നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഉയർന്ന സാക്ഷരതയുള്ള, വലിയ സാമൂഹ്യ ബോധമുള്ള ഒരു ജനവിഭാഗമാണ് മലയാളികൾ. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, 2014 വോട്ടർ പട്ടിക, ഇത്തരത്തിൽ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് തന്നെ ഒരു 11,000 പേര് വോട്ടർ പട്ടികയിൽ ഇന്ത്യയിൽ ആകെ അന്ന് ചേർന്നത് 11,844 ആളുകളാണ്. അതിൽ 97% മലയാളികളായിരുന്നു. ഒരു 5-6 സംസ്ഥാനത്തിലാണ് ബാക്കി ഉള്ള 3% ആളുകളോട്ട് ആ രജിസ്റ്റർ ചെയ്തത്. വോട്ട് ചെയ്തത് ഒരു 1,300 ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അത് കേരളത്തിൽ നിന്നാണ്. 1,200ഓളം ആളുകൾ വോട്ടർമാർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും കേരളത്തിലെ മലയാളിക്ക് ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. മലയാളി ഇത്തരം പോരാട്ടങ്ങളിലൂടെ, ഇത്തരം സാമൂഹ്യ മുന്നേറ്റങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു മലയാളിക്ക് എന്തുകൊണ്ടും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തരത്തില് ബഹുഭൂരിപക്ഷം വരുന്ന അതെന്താണ്, അതിനൊരു പ്രശ്നം എന്താണ്, എവിടെയാണ് ആ കരടുള്ളത് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അതിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താൻ ഒരു ഇടവേള. ശ്രീ സുരേഷ്, ഈ 2018 8-ാം മാസം 12-ാം തീയതി ഈ പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്ന ഒരു മുതിർന്ന അഭിഭാഷകനെ നമുക്കെല്ലാവർക്കും അറിയാം, ഹാരിസ് ബീരാൻ. അദ്ദേഹം നടത്തിയ ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു. ഞാനൊന്ന് വായിക്കാം. തീർച്ചയായും ഇത് കേൾക്കുന്ന പ്രവാസികൾക്ക് കൂടി അതൊരു അറിവായിക്കോട്ടെ. പ്രവാസികൾക്ക് വോട്ട് അനുവദിക്കുന്നതിനെ കോൺഗ്രസും CPM-ഉം ശക്തമായി എതിർത്തിരുന്നതായി പ്രവാസി വോട്ടിനായുള്ള കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകനും KMCC ഡൽഹി ഘടകം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ഇത് ഇലക്ഷൻ കമ്മീഷൻ രേഖകളിൽ കൃത്യമായി തന്നെ കാണാം. ദോഹയിൽ വെച്ചാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. താത്വികമായ കാരണങ്ങൾ പറഞ്ഞാണ് CPM എതിർത്തത്. അങ്ങനെ ചില ന്യായങ്ങളാണ് CPM മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് പ്രായോഗിക പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് പ്രവാസി വോട്ടിനെതിരെ നിന്നത്. എന്തായിരുന്നു ആ പ്രായോഗികമായ പ്രശ്നങ്ങൾ, ശ്രീ സുരേഷ് ശങ്കർ? ശ്രീ ശ്യാം, ഇന്നത്തെ നമ്മുടെ വിഷയം പ്രവാസി വോട്ടവകാശം. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒന്നായിരുന്നു പ്രവാസികളുടെ അതിജീവനവും. എന്തായാലും ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം, ഉത്തരത്തിലേക്ക് വരാം. ഈ ഒരു വിഷയത്തിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട അന്നത്തെ പ്രോക്സി വോട്ടുമായി ബന്ധപ്പെട്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം പ്രോക്സി വോട്ട് നടപ്പിൽ വരികയാണെങ്കിൽ അതിൽ പിന്നിലുള്ള സുതാര്യത ഇല്ലായ്മ, അതുപോലെ തന്നെ വിശ്വാസ്യത ഇല്ലായ്മ, ഒരാൾക്ക് എനിക്ക് ചെയ്യാനുള്ള വോട്ട് വേറൊരാളെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് ഏതൊക്കെ തരത്തിൽ മിസ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ അന്നത്തെ ഹാരിസ് ബീരാൻ അവിടെ വെച്ചിട്ടുള്ള എന്നാണ് എൻ്റെ ഒരു വ്യക്തത. മാത്രവുമല്ല, അല്ല ശ്രീ സുരേഷ് ശങ്കർ, ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഈ പ്രവാസി വോട്ടവകാശ ബില്ലിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം. 2014 ഈ ഒരു സർക്കാർ മാറിയപ്പോൾ തന്നെ അതിനൊരു വേഗത വന്നിരുന്നു. ലോക്സഭയിൽ അത് പാസ്സാക്കി രാജ്യസഭയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊക്കെ മുന്നിലുണ്ട്. വോട്ടവകാശ ബില്ല് ധൃതി പിടിച്ചാണ് പാസ്സാക്കിയതെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി അന്ന് ഘോരഘോരം പ്രസംഗിച്ചത്. അപ്പോൾ അതാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാണിച്ചത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതിലേക്ക് തന്നെ. അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളൊരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ പ്രവാസി വോട്ടവകാശം അത് ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സുതാര്യമായിരിക്കണം, അതിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണം. ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു ഇലക്ഷനിൽ ഈ പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാസികളും ഒരുപോലെ ഈ ഒരു വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവണം. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പ്രോക്സി വോട്ട്, ഈ ബാലറ്റിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം വരുന്ന അതിന്റെ സുതാര്യത, അതിന്റെ വിശ്വാസ്യത, അതെല്ലാം 100% ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഗവൺമെന്റുകൾ, ഇപ്പോൾ തന്നെ നമുക്കറിയാം പല വോട്ടിംഗ് സമ്പ്രദായങ്ങളിലും നാട്ടിൽ ഇത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്നു, കള്ള വോട്ടുകൾ, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രോക്സി വോട്ട്, ഈ ബാലറ്റിംഗ്, അതിന്റെ സുതാര്യതയെ അത്രമാത്രം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പാടുകയുള്ളൂ എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസിന്റെയും
KMCC ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും ഒരേ അഭിപ്രായം എന്താണ് ബദലായി മുന്നോട്ട് വെക്കുന്നത് സുരേഷ് ശങ്കർ? ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇതിനോടൊപ്പം തന്നെ ചോദിച്ച വേറൊരു ചോദ്യം, പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ചു കഴിഞ്ഞാൽ അല്ലല്ല, അതിലേക്ക് ഞാൻ വരാം. ഒരു നിമിഷം കോൺഗ്രസിന്റെ ബദൽ എന്താണ്? ഇത് പ്രോക്സി വോട്ട് സുതാര്യമല്ല എന്ന് പറയുന്നു, മറ്റ് തപാൽ വോട്ട് സുതാര്യമല്ല എന്ന് പറയുന്നു, അതിലൊക്കെ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. പിന്നെ എന്താണ് ബദൽ? ശ്യാമനറിയാലോ, ഇപ്പൊ ലോകം മുഴുവൻ ഓൺലൈൻ യുഗത്തിലാണ്. ഇപ്പോ പ്രത്യേകിച്ച് COVID-19 കൂടി ആയപ്പോൾ നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും ഇന്ന് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ഓൺലൈനിലൂടെ അതല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന വോട്ടവകാശം വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഏതു തരത്തിൽ ചെയ്യാം, അതിനു വേണ്ടുന്ന ഒരു പ്രക്രിയയാണ് OICCയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം എപ്പോഴും നോക്കിക്കാണുന്നതും. അത്തരത്തിലാണ് ഈ വോട്ടവകാശം നിലവിൽ വരുത്തേണ്ടതുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഈ സാധാരണ സംശയമാണ്, 2005 തൊട്ടാണ്, നേരത്തെ ശ്രീ താഹ അത് ചൂണ്ടിക്കാണിച്ചത്, തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. ശ്രീ താഹ, 2005 മുതലാണ് ഈ വിഷയം ഇങ്ങനെ സജീവമായി തന്നെ പാർലമെന്റിൽ ചർച്ചയിലേക്ക് വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ സ്വകാര്യ ബില്ലുകളൊക്കെ ഒന്നിലധികമോ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് തൊട്ട് ഈ ചർച്ചയുണ്ട്. ശ്രീ സുരേഷ് ശങ്കർ, 2004 മുതൽ 2014 വരെ 10 വർഷം ക്ലിയർ മെജോറിറ്റി ഒറ്റയ്ക്കില്ലെങ്കിലും മറ്റ് കക്ഷികളുടെയൊക്കെ ബലത്തിൽ കേന്ദ്രത്തിൽ അധികാരമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. ചെയ്യാമായിരുന്നു അന്ന്. പ്രമുഖ പ്രവാസി വ്യവസായി ശ്രീ ഷംസീർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പ്രകാരമാണ് വീണ്ടും ഇത് ശക്തമായ ചർച്ചയിലേക്ക് കടന്നുവന്നത്. അതിൻ പ്രകാരം UPA ഗവൺമെന്റ് ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടെയാണ് ഗവൺമെന്റ് മാറി. NDA ഗവൺമെന്റും ഈ പറഞ്ഞ പോലെ തന്നെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ എന്നുള്ളത്. എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്ര കാലങ്ങളായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിലൊരു സുതാര്യതയും വ്യക്തതയും വരുത്തിക്കൊണ്ട് അതാത് രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വോട്ടവകാശം പ്രാബല്യത്തിൽ വരുത്താൻ അവർക്ക് കൊണ്ട് കഴിയുന്നില്ല എന്നുകൂടി ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുള്ള കാരണം പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഈ പ്രവാസി വോട്ടവകാശം പ്രാബല്യത്തിൽ വന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഈ ഭരണസിരാ കേന്ദ്രങ്ങളിലെല്ലാം വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ ഉറപ്പും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനുമുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമുണ്ട്. അതുകൂടി ഒരു കാരണമായി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ഗവൺമെന്റ് പോലും ഈ ഒരു വിഷയത്തിൽ ഒരു നയരൂപീകരണത്തിലേക്ക് മുന്നോട്ട് പോകാതിരിക്കുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. യെസ്, അത് എങ്ങനെയുള്ളൊരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ CPMന് പ്രവാസികളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ CPMന് ഭയമുണ്ടോ? ഞങ്ങൾ അങ്ങ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും, ഈ പ്രവാസികൾ മുഴുവൻ CPMനെതിരായി വോട്ട് ചെയ്യുമെന്നൊരു ഭയമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആയിരിക്കും പ്രവാസികളുടെ ഒക്കെ വികാരമെന്ന് അതെങ്ങനെ പറയാൻ സാധിക്കും ശ്രീ സുരേഷ് ശങ്കർ? തീർച്ചയായും ഏകദേശം 3.5 കോടി ജനങ്ങൾ പ്രവാസ ലോകത്തിലുണ്ട്. അതിൽ ഏകദേശം 70% ഞങ്ങളുടെ ധാരണയല്ല, മറിച്ച് ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെന്റിന്റെയും ഒരു ധാരണയായിട്ടാണ് സാധാരണക്കാരായ പ്രവാസികൾ അത് നോക്കിക്കാണുന്നത്. അതില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു വിഷയത്തിൽ ഇത്രയേറെ ആർജവമുള്ള ഒരു ഗവൺമെന്റ് ആണെന്ന് പറയുന്നു? സംസ്ഥാന ഗവൺമെന്റിന് പോലും നിയമസഭയിൽ ഒരു നയരൂപീകരണം നടത്തി കോടതിയിൽ മുഖാന്തരം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ പാസ്സാക്കിയ ബില്ല് രാജ്യസഭയിലും പാസ്സാക്കി ഇത് നിയമം കൊണ്ടുവരാൻ കഴിയുന്നില്ല? അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് കേരളത്തിൽ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ചാൽ കേന്ദ്രത്തിലും അവിടെയും കേന്ദ്ര സർക്കാർ ആ നിയമം ബില്ല് കൊണ്ടുവന്നു, അത് സമ്മതിക്കണം. 10-12 വർഷം കയ്യിലുണ്ടായിരുന്നിട്ടും കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. യെസ്, അതിലേക്ക് വരാം. ഒപ്പം ശ്രീ ഗിരിജനിലേക്കും പോകണം. എനിക്ക് ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. പെട്ടെന്ന് തിരിച്ചെത്താം, ഒരു ഇടവേള.